അസ്സലാമലൈക്കും. നിങ്ങളെല്ലാവരും പ്രാർത്ഥന കൊണ്ടും വല്യമ്മക്ക് ഇന്ന് ഇന്നലത്തിനേക്കാളും കുറവുണ്ട് അല്ലേ? പിന്നെ കുറേ ആൾക്കാരോട് നമ്മൾ വിളിക്കണുണ്ട്, നമുക്ക് മെസ്സേജ് അയക്കണുണ്ട്. നമുക്ക് അതൊന്നും നോക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. ഇനിയും വല്യമ്മക്ക് ഇന്നലത്തിനേക്കാളും കുറവുണ്ട്. വല്യമ്മ ഇപ്പൊ അവിടെ ചായ കുടിച്ചോണ്ട് കഞ്ഞി കുടിച്ചോണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഒന്നും തീരെ സുഖമില്ല കേട്ടോ. ഇന്നലെ രാത്രി ഉമ്മ ബെഞ്ചുമലൊക്കെ നീച്ച് നിൽക്കുകയാണ്, അതായത് കട്ടിൽമലൊക്കെ നീച്ച് നിന്നിട്ട് നമുക്കൊന്നും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പക്ഷെ ഇന്ന് രാവിലെ ആയപ്പത്തിന് ആ ഒരു കുപ്പി കയറി കഴിഞ്ഞപ്പത്തിനല്ലേ അത് 2 മണി ഇന്നലെ കയറ്റിയത്. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഡോക്ടർ വന്നിട്ടില്ല. ഡോക്ടർ വന്നിട്ട് വേണമെങ്കിൽ ഇപ്പൊ ചെക്ക് ചെയ്യാൻ. ഇപ്പൊ ഇന്നലത്തിനേക്കാളും കുറവുണ്ട്. ഉമ്മ ഇന്നലെ ഇങ്ങനെയൊന്നും അല്ല. ഇനി വല്യമ്മ ഇപ്പൊ നീച്ച് നിക്കണുണ്ട്. വേണ്ട ഒറ്റക്ക് കഞ്ഞൊക്കെ കുടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഡോക്ടർ വന്നിട്ട് ഡോക്ടർ നമ്മളോട് കാര്യം പറയും. എന്താ ഉമ്മാന്റെ അവസ്ഥ? പറഞ്ഞാണി കുറവുണ്ട് പറഞ്ഞാണ് മക്കളെ കുറവുണ്ട്. എല്ലാരും പ്രാർത്ഥനയോട് സുഖമായിക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും വല്യമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനിയിപ്പോൾ ഡോക്ടർ വരട്ടെ. ഡോക്ടർ വരാൻ 10 മണിയാവുന്ന പറഞ്ഞത്. ഡോക്ടർ വന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയട്ടെ, നോക്കിയിട്ട് പറയട്ടെ. ഉമ്മമാൻ്റെ ഈ കയ്യുമ്മലാണ് കേട്ടോ ഇന്നലെ ഗ്ലൂക്കോസ് എടുത്തിനത്. ഇത് കണ്ടില്ല നിങ്ങൾ വീങ്ങിക്കണത്. അത് ഇന്നലെ രാത്രി കടന്ന് ഉമ്മമ്മ ഇളകി കളിച്ചിട്ട് കൈ നല്ലോണം വീങ്ങിക്കണേ. അതുകൊണ്ട് ഓല് മാറ്റിയിട്ട് ഈ കയ്യുമ്മക്ക് ആക്കിക്കാണ്. ഇപ്പം എന്താ കയറ്റിക്കണേ? ഗ്ലൂക്കോസാണോ? ഗ്ലൂക്കോസാ? ഗ്ലൂക്കോസ് കയറ്റി കടത്തിക്കാണ്. ഇന്നലെ ഇങ്ങനെയൊന്നും കടക്കണമെന്നല്ല ഇല്ലടോ. ഇന്നിപ്പോൾ ഒന്ന് അടങ്ങിയെങ്കിലും കടക്കണുണ്ട്. ഇമ്മമാനിപ്പോൾ ബാത്റൂമിൽ കൊണ്ടുപോയിക്കാണ്. ഇതന്നെയാണ് ഇമ്മമ്മക്ക് അവിടുന്നുള്ള പ്രശ്നം. ഇമ്മമ്മക്ക് സോഡിയം കയറ്റുന്നുണ്ട്, ഗ്ലൂക്കോസ് കയറ്റുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഉമ്മമ്മ ബാത്റൂമിൽ പോയിട്ട് അതൊക്കെ യൂറിനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇപ്പോഴും ഉമ്മമ്മ ഓരോ എന്താ പറയുക 5 മിനിറ്റ് 5 മിനിറ്റ് കഴിയുമ്പോൾ ഉമ്മക്ക് ബാത്റൂമിൽ പോകണം പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് എന്താ അറിയില്ല. ഡോക്ടർ വന്നിട്ട് എന്താ പറയണമെന്ന് നോക്കട്ടെ. ഡോക്ടർ വന്നിട്ട് എന്തെങ്കിലും നല്ല വാർത്ത ആയാൽ മതി എന്ന് പറയുന്നത്. ഇപ്പം ഉമ്മമ്മക്ക് സോഡിയം കയറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ പൊട്ടാഷ്യം പറഞ്ഞ സംഭവം പാടുണ്ട്. അത് എന്തിനാന്ന് പറഞ്ഞത്? ഉമ്മ ഇടക്കിടക്ക് അതുകൊണ്ടാണ് അത് കയറ്റണമെന്ന് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ഇന്നലെ നമുക്ക് വന്ന ടൈമിൽ സോഡിയം എത്രയാണ്? 108. ഇപ്പൊ സോഡിയം കുറച്ച് കൂടിയിരിക്കണ്. ഒരു 2-3% കൂടിയിരിക്കണ്. 111 എന്ന് പറഞ്ഞിരിക്കണേ. കയറുമ്പത്തിന് ഉമ്മ അത് ഇതായിക്കോളും. അടയും കടക്കി ഒരു എന്തെങ്കിലും ആ മിക്സിയിൽ എന്തെങ്കിലും ഇളക്കോ, ഇനിയിപ്പോൾ ഉമ്മ ഇങ്ങനെ ഇളക്കണല്ലേ, അങ്ങനെ എന്തെങ്കിലും കായി കഴിഞ്ഞാൽ ഒരു അലാറം അടിക്കും. അപ്പോൾ അവരോട് പെട്ടെന്ന് പോയി പറയാനാണ് പറഞ്ഞത്. ഏകദേശം 10 മണി ടൈം ആയിക്കണം. ഡോക്ടർ വരാൻ ടൈം ആയിക്കണം. തുടങ്ങിക്കിട്ടമ്മ നീച്ചാ നിൽക്കണ്ട. അപ്പൊ അത് കത്തീറ്റിടുക നല്ലത്. അങ്ങനത്തെ മൂത്രം എപ്പോഴെപ്പോഴാണ് നീട്ടി കൊണ്ടുപോകണ്ട. ഇപ്പോൾ ഡോക്ടർ വന്നിട്ട് എന്താ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇമ്മമാനെ ഫുള്ള് നോക്കി, ഇമ്മമാൻ്റെ ബ്ലഡും അതേപോലെ തന്നെ സോഡിയം ചെക്ക് ചെയ്തു. ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമ്മമാൻ്റെ ഇപ്പോൾ ഉള്ളത് സോഡിയം 111 ഉള്ളത്. 115ന്റെ താഴത്തേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഐസിയിലാണ് വെക്കേണ്ടത്. ഇന്നലെ ഉമ്മമ്മ ഇവിടെ രാത്രി കാട്ടിക്കൂട്ടിയത് അമ്മാതിരി രീതിയിലാണ്, അതായത് അപസ്മാരകം വരെ ആവാന്നാണ് പറഞ്ഞത്. അത്ര താഴ്ന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഉമ്മമ്മ അടങ്ങി നിന്നില്ലെങ്കിൽ സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ ICUക്ക് കൊണ്ടുപോകുന്നാണ് മൂപ്പന പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അത് വേണ്ടെങ്കിൽ ഉമ്മമ്മ കൈയൊക്കെ അനക്കാതെ വെക്കി, കൈ അനക്കാതെ വെച്ച് കടക്കി. ഇത് 2 ദിവസമായിട്ട് ഈ ഒരു മരുന്നിനെ കൊടുത്തോണ്ട് വെക്കണം. ഇനിയിപ്പോ സോഡിയം കുറയാണെന്നുണ്ടെങ്കിൽ ICUക്ക് മാറ്റണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഉമ്മമ്മ ഒന്ന് അടങ്ങി കടന്നു കഴിഞ്ഞാല് എങ്ങനെ ഉമ്മാനിപ്പോ നമ്മള് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഗ്ലൂക്കോസ് ആയ ടൈം നമുക്ക് പ്രശ്നമില്ല, അത് കുടിച്ച് കൊണ്ടുപോകാനും. പക്ഷെ ഇപ്പൊ മറ്റേ കറണ്ടിന് കുത്തിയിട്ടാണ്. അപ്പൊ ഇങ്ങോട്ട്
ഉമ്മമാനെ നമുക്ക് ബാത്റൂമിൽ കൊണ്ടുപോയി അടക്കൂല. അപ്പോൾ അതാണ് ഉമ്മമാരോട് പറഞ്ഞത്. ഉമ്മ അല്ലെങ്കിൽ ഓല് ഒന്ന് ട്യൂബ് ഇടും. അപ്പം നമുക്ക് ഇതിൻ്റെക്കാളും ഗതിയുടെക്കാരം. ആ അപ്പം അടങ്ങി അവിടെ കടന്നാൽ മതി. ഇപ്പൊ ഡോക്ടർ പറഞ്ഞില്ലേ അടങ്ങി കടന്നിട്ടുണ്ടെങ്കിൽ ലീക്കാത്തോണ്ടാണ്. കാരണം സോഡിയം അത്രക്ക് കുറവാണെന്നാണ് പറഞ്ഞത്. ഇത്ര കുറവുള്ളവരൊക്കെ IC-ക്കാണ് 15ന്റെ താഴത്തേക്കുള്ളവർ IC-യിലാണ് ഇതാക്കലെന്ന് പറഞ്ഞത്. ഇതിപ്പോ ഇന്നലെ 108 ഇന്ന് 111 അപ്പൊ കൂടുന്നുണ്ട്. ഒരു പറഞ്ഞത് 100 എത്രയാ പറഞ്ഞത് 125ന്റെ മുകൾക്കെങ്കിലും മിനിമം ആണെന്നാണ് പറഞ്ഞത്. അടങ്ങി കിടക്കുന്നുണ്ട്. അങ്ങനെ കടന്നാ മതി. ഇമ്മമാന്റെ യൂറിന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കണേ. ഞാൻ ഇപ്പം ഉമ്മമാന്റെ മരുന്ന് താഴെ വന്നിക്കണെന്ന് പറഞ്ഞത്. അന്നൊന്ന് പോയിട്ട് വാങ്ങിക്കൊണ്ടിട്ടെ. അതേപോലെ തന്നെ ഉമ്മമാക്കുള്ള ഇരിക്കാനുള്ള സാധനം മറ്റേ ബെഞ്ച് അവിടെ കൊണ്ടുപോയിട്ടിരിക്കണം. ഫാർമസിയിലൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഉമ്മമാന്റെ ഈ ഒരു മരുന്നിന്, ഒരു ദിവസത്തെ മരുന്നിന് അത്യാവശ്യം നല്ല റേറ്റാണ്. ഒന്ന് പെട്ടെന്ന് ഭേദമായിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഓക്കെ ആവുക. നമുക്ക് ചോറ് കൊടുത്തു നോക്കാം കേട്ടോ. തിന്നണേട്ടമ്മ. കഞ്ഞി മാത്രം കുടിച്ചോണ്ട് ഒന്നും ആവൂല. ചോറ് എന്തെങ്കിലുമൊക്കെ ചമച്ച് തിന്നിട്ടോ. അവിടെ ഇരുന്നല്ലേ അവിടെ ഇരുന്ന് കൊടുക്കി. വെറും മരുന്ന് മാത്രം അങ്ങനെ കേട്ടിട്ട് കാര്യമില്ലമ്മ. പള്ളിയിൽ എന്തെങ്കിലുമൊക്കെ വേണം. കുറച്ചായിട്ട് ഇന്നലെ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയപ്പോ ഈ സിബ് കടിച്ചു കുടിച്ചാണ്. 2 വട്ടം കടിച്ചു കുടിച്ച ആ സമയം ഉണ്ടായപ്പോ അവിടെ വിട്ടു. 3ാമത്തെ വട്ടത്തിലാ പറ്റി. രസം അല്ലേലും മക്ക് ഇഷ്ടം. രസത്തിന്റെ മസാല അതൊക്കെ ഉണ്ടല്ലോ അവിടെ കൊണ്ടുവന്നേ. കുടി ചെന്നിട്ടുണ്ടാക്കാല്ലേ. ദയിച്ചാറൊക്കെ ഉണ്ടാവില്ല, മല്ലിച്ചപ്പും പുതിനൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ രാവിലെ വല്യമാൻ്റെ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിന്. ഇപ്പം അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. യൂറിനൊക്കെ ഓക്കെ തന്നെയാണ്. പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് എവിടെ വെച്ച് കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലാണുള്ളത്. ഇനിയിപ്പോൾ രാത്രി ഡോക്ടർ വരാണ്ട്. രാവിലെ ഇട്ടും ചെക്ക് ചെയ്ത് പോയി. ഇനിയിപ്പോൾ അടുത്ത നൈറ്റാണ് വരാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്താണെന്ന് പറയണമെന്ന് നോക്കട്ടെ.